കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച വയനാട്. എന്നാൽ ഇതേ വയനാട് ഇനി കടക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്കാണ്. റായ്ബറേലിയിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു പോയപ്പോൾ ആ സീറ്റ് നിലനിർത്താൻ ഗാന്ധി കുടുംബത്തിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയായ പ്രിയങ്ക ഗാന്ധി കന്നി മത്സരത്തിന് ഇറങ്ങുന്നു. വയനാടിനോടൊപ്പത്തിനൊപ്പം നിൽക്കാൻ പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരിട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും നടപടികളിലും പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ആരും തന്നെ കാണുന്നില്ലെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച വലിയ ആഘാതത്തെ ഉപതിരഞ്ഞെടുപ്പുകളിലൂടെ മറികടക്കാനുള്ള ഒരു അവസരമായി LDF ദുരന്ത നിവാരണ നടപടികളെ കാണുന്നുണ്ട്. തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതാണ്. LDFന് തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുപോയ LDFന് തിരിച്ചു വരാൻ വഴിയൊരുക്കിയത് ഉപതെരഞ്ഞെടുപ്പാണ്. UDFന്റെ ഉറച്ച കോട്ടയായ പാലായിൽ നേടിയ അട്ടിമറി വിജയം LDFന്റെ വലിയ നേട്ടം തന്നെയാണ്. കൂടാതെ കോന്നിയും വട്ടിയൂർക്കാവും പിടിച്ചെടുക്കാനും LDFന് സാധിച്ചെങ്കിലും അരൂര് നഷ്ടപ്പെട്ടു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപതിരഞ്ഞെടുപ്പുകളുടെ സ്കോർ ഷീറ്റ് എന്ന് പറയുന്നത് 4-2 എന്ന നിലയിൽ LDFന് അനുകൂലമായാണ് നിന്നത്. ചെങ്ങന്നൂർ, വേങ്ങര സീറ്റുകൾ LDFും UDFും നിലനിർത്തിയിരുന്നു. ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപതിരഞ്ഞെടുപ്പിൽ 2-0 എന്ന നിലയിൽ UDFനാണ് നിലവിൽ ലീഡുള്ളത്. ഷാഫി പറമ്പിലും K രാധാകൃഷ്ണനും MPമാരായതോടെ തിരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഫലം ഇരു മുന്നണികൾക്കും നിർണായകമാണ്. രണ്ടിടത്തും ഒരുപോലെ തോൽക്കുകയാണെങ്കിൽ ഇടതുമുന്നണിക്ക് തിരിച്ചു വരിക എന്നത് അസാധ്യമാകും. അതുപോലെ UDFനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും ചേലക്കരയും പരാജയപ്പെട്ടാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നതാണ്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പിലും BJPക്ക് പിന്നിൽ LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാലക്കാട്ടേത് ശ്രദ്ധേയ മത്സരമാകും. വിജയിച്ച VK ശ്രീകണ്ഠനും രണ്ടാമതെത്തിയ BJPയുടെ C കൃഷ്ണകുമാറും തമ്മിൽ വോട്ട് വ്യത്യാസം ഇവിടെ 9400 വോട്ടാണെങ്കിൽ CPMന്റെ വിജയരാഘവനും ശ്രീകണ്ഠനും തമ്മിലെ വോട്ട് ദൂരം അതിന്റെ ഇരട്ടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചതിനാൽ പാലക്കാട് മണ്ഡലത്തിലൂടെ നിയമസഭയിലും വിജയപ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. പാലക്കാട്ടേക്ക് നോക്കുകയാണെങ്കിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് ആശ്വാസമാകാനായി ഷാഫി പറമ്പിൽ അവിടെ ഇല്ല എന്നുള്ളതൊരു ഘടകമാണ്. അതേ സാഹചര്യം തന്നെയാണ് ചേലക്കര മണ്ഡലത്തിലും ഉള്ളത്. ചേലക്കരയിൽ K രാധാകൃഷ്ണനുമില്ല. ഈ 2 കാരണങ്ങളും 2 മണ്ഡലങ്ങളിലും എതിർ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ 2021 K രാധാകൃഷ്ണൻ നേടിയ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം ലോക്സഭയിലേക്ക് അദ്ദേഹം തന്നെ മത്സരിച്ചപ്പോൾ കുറയുകയാണ് ഉണ്ടായത്. LDFും മൂന്നാമത് നിൽക്കുന്ന BJPയും തമ്മിലെ വ്യത്യാസമെന്ന് പറയുന്നത് 31,000 വോട്ട് ആയതുകൊണ്ട് തന്നെ BJP ഇവിടെ മുന്നണികൾക്ക് ഭീഷണിയാകാൻ ഇടയില്ല. നിലവിലെ സാഹചര്യത്തിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതിരഞ്ഞെടുപ്പിന് വേദിയാകാൻ സാധിക്കില്ല. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ മത്സരം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നതാണ്. പ്രിയങ്ക ഗാന്ധിയെ നേരത്തെ പ്രഖ്യാപിച്ചതിലൂടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്ത്യയിൽ CPI ഉയർത്തിയ പ്രതിഷേധ ശബ്ദത്തിന് വില കൽപ്പിക്കുന്നില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മിന്നും വിജയം കാഴ്ചവെച്ച BJPക്ക് ചില ആശങ്കകളും നിലവിലുണ്ട്. 1ാം സ്ഥാനത്തെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരം, പാലക്കാട്, കാസർഗോഡ് എന്ന ശക്തി കേന്ദ്രങ്ങൾ BJPക്ക് ഒപ്പമില്ല. പത്തനംതിട്ടയിൽ 2019 കിട്ടിയ വോട്ട് ലഭിച്ചിട്ടുമില്ല. തിരുവനന്തപുരത്ത് 15,000 വോട്ടിന് വിജയിച്ചു കയറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും അമ്പെ പാളിപ്പോവുകയാണ് ഉണ്ടായത്. ഇനി BJPയുടെ പ്രതീക്ഷകൾ നോക്കുകയാണെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് നോക്കിയാൽ തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിൽ ഒന്നാമതാണ്. അതുപോലെ 7 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാമതാണ്. 35,000 വോട്ടിൽ കൂടുതൽ ലഭിച്ച 50-നടുത്ത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇവിടെ 15,000 വോട്ട് കൂടി നേടിയാൽ ജയസാധ്യതയുമുണ്ട്. എന്തായാലും വീണ്ടും ഒരു പോരാട്ടത്തിനാണ് കേരളം സാക്ഷിയാകാൻ പോകുന്നത്. കടുത്ത മത്സരമായിരിക്കും വയനാട്, ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ നടക്കുക.